രാഷ്ട്രീയത്തിൽ പുകമറകൾ നീക്കിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിന് കളമൊരുങ്ങുന്നു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി നടത്തിയ നിർണായകമായ രണ്ടാം കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തമിഴകത്ത് ഭരണമാറ്റത്തിന് വഴിതെളിഞ്ഞത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് നടൻ വിജയിന്റെ നേതൃത്വത്തിലുള്ള ടി.വി.കെ ഭരണത്തിലേക്ക് വരികയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി വിജയ് നടത്തിയ രണ്ടാം വട്ട കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സർക്കാർ രൂപീകരിക്കാൻ ടി.വി.കെയെ ഗവർണർ ഔദ്യോഗികമായി ക്ഷണിച്ചു. ഭൂരിപക്ഷം തെളിയിച്ച ശേഷം മാത്രം സത്യപ്രതിജ്ഞ എന്ന നിലപാടിൽ നിന്നും ഗവർണർ പിന്മാറിയതോടെ വിജയ് ഇന്ന് തന്നെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റേക്കുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടിയാണ് വിജയ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസ്, വി.സി.കെ എന്നീ പാർട്ടികൾ നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വിജയിന്റെ പക്ഷത്തെ അംഗബലം 115 ഉയർന്നു. 14 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. സർക്കാരിന് പിന്തുണ തേടി വിജയ് CPM, CPI പാർട്ടികൾക്ക് കത്തയച്ചിട്ടുണ്ട്. NDA സഖ്യകക്ഷിയായ PMKയുമായും ചർച്ചകൾ സജീവമാണ്. ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാൻ മാതൃകാപരമായ നീക്കവുമായാണ് മുൻ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ രംഗത്തെത്തിയത്. പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ 6 മാസത്തേക്ക് DMK തടസ്സപ്പെടുത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഉടനടി മറ്റൊരു തെരഞ്ഞെടുപ്പോ ഭരണഘടനാ തടസ്സമോ ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിജയ് സർക്കാർ അധികാരമേൽക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. DMK സർക്കാർ നടപ്പിലാക്കിയ പ്രഭാത ഭക്ഷണ പദ്ധതിയും സ്ത്രീകൾക്കുള്ള പ്രതിമാസ ധനസഹായവും മുടങ്ങാതെ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിനായിരിക്കും പുതിയ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. വിജയന്റെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് 10,000-കണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത്. നഗരത്തിലുടനീളം വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. വിജയന്റെ സുരക്ഷ Y കാറ്റഗറിയിലേക്ക് ഉയർത്തി. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സുരക്ഷാ ചുമതല. സായുധ കമാൻഡോ സുരക്ഷയും അദ്ദേഹത്തിനായി പുനഃസ്ഥാപിച്ചു. കമൽഹാസൻ, പ്രകാശ് രാജ്, MA ബേബി തുടങ്ങിയ പ്രമുഖർ നേരത്തെ തന്നെ വിജയിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത ഗവർണറുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഗവർണറുടെ നിർണായക തീരുമാനം വന്നത്. സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയ കോതയിലെത്തിയ വിജയ് തമിഴ്നാടിന്റെ തലവര മാറ്റുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.